നമസ്കാരം. ഞാനൊന്ന് കോട്ടക്കലിലാണുള്ളത്. കോട്ടക്കൽ പറപ്പൂർ റോഡിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റൽ, കോട്ടക്കൽ ആയുർ ലൈഫ് ക്ലിനിക്ക് എന്ന് പറയുന്നൊരു ക്ലിനിക്കിലാണ്. ഞാൻ വെറുതെ വന്നൊന്നും അല്ല കേട്ടോ. ഇവിടെ കുറച്ച് വിശേഷങ്ങളും വിവരങ്ങളും ഇവിടുത്തെ ചികിത്സാ രീതികളെ കുറിച്ചൊക്കെ നിങ്ങളോട് പറയാനാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമുള്ള കുറച്ച് പ്രത്യേകമായ ട്രീറ്റ്മെൻറ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ നമുക്കൊന്ന് കാണാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ആശുപത്രിയുടെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു വിശേഷപ്പെട്ട അതിഥിയെ കാണാനുണ്ട്. വെച്ചാൽ നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ ചെയർമാൻ. അദ്ദേഹം പരമ്പരാഗതമായി ആയുർവേദ ചികിത്സയിൽ വളരെ വിപുലമായിട്ടുള്ള പാണ്ഡിത്യമുള്ള ട്രഡീഷണൽ ചികിത്സാ രംഗത്ത് എല്ലാവർക്കും സുപരിചിതനായിട്ടൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. നമസ്കാരം. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറഞ്ഞാൽ ആളുകൾക്കത് ഉപകാരപ്പെടുമല്ലോ. കയ്യിൽ വെച്ചാൽ മതി. ഓക്കെ. എൻ്റെ പേര് ഹംസ ഗുരുക്കൾ. ഞാൻ പിന്നെ ഗുരുക്കന്മാരിൽപ്പെട്ടതാണ്, അല്ല കുരുക്കളല്ല. രണ്ട് വിഭാഗം ഉണ്ട്, അത് തിരിച്ചറിയില്ല. എല്ലാവരും കുരുക്കൾ എന്നാണ് വിളിക്കുക. കുരുക്കൾ വേറെ, അത് അവർ പരമ്പരാഗതമായിട്ട് റോട്ടിൽ മറിയ തൈലം വെച്ച് നമ്മൾ അങ്ങനെ പെട്ടതല്ല. നമ്മൾ ഗുരുക്കൾ, അതായത് ഗുരുനാഥന്മാരുടെ തവഴിയായിട്ട് വന്ന. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് നമ്മളിവിടെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സിദ്ധമർമ്മയാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. സിദ്ധമർമ്മ എന്ന് പറഞ്ഞാൽ ഒരു മുട്ടുവേദനയായിട്ട് വരുന്ന ഒരാൾ, അതായത് നീ പെയിനായിട്ട് ഓപ്പറേഷൻ പറഞ്ഞ് വരുന്ന ആൾ, നമ്മളൊരു കുറഞ്ഞ നേരം കൊണ്ട് അയാൾക്ക് ആശ്വാസം നൽകുന്ന ഒരു രീതി ആദ്യം നമ്മൾ കൊടുക്കും. വളരെ ഒരു 10 നിമിഷത്തിനുള്ളിൽ അയാൾക്ക് എഴുതിയിട്ട് നടക്കാൻ പറ്റാവുന്നൊരവസ്ഥ. പിന്നെ നമ്മൾ തുടർച്ച ചികിത്സ കൊണ്ട് അത് ഏത് ആണ് ഐറ്റം, അത് പിന്നെ വാദത്തിൻ്റെ ആണോ, അതല്ല മറ്റു വല്ല നീര് വീഴ്ചയുടെ ആണോ, അതല്ല ലിഗമെൻറ്റ് പ്രശ്നമാണോ, എന്താണെങ്കിലും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അത് സുഖപ്പെടുത്തുന്ന ഒരു രീതിയാണ് നമ്മൾ. അപ്പോൾ ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്തുന്ന രീതി. അതുപോലെ തന്നെ ഡിസ്ക് കംപ്ലൈൻ്റ് ആയാലും അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ സർവിക്കൽ, ഇതെല്ലാം ഓപ്പറേഷൻ പറഞ്ഞിട്ട് വരുന്ന കേസുകൾ. അതുപോലെ ഓപ്പറേഷന് ഭയപ്പെട്ടും കൊണ്ട് ജനങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ സക്സസ് ആവാതെ ഒരുപാട് ഗുരുക്കന്മാരോ അവരൊക്കെ നോക്കിയിട്ട് ഇത് ഓപ്പറേഷൻ ഇല്ലാതെ വഴിയില്ലാതെ ഒഴിവാക്കുന്ന കേസുകൾ. ഇത്തരം കേസുകളാണ് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ശരിയാക്കുന്നത്. പിന്നെ അതുപോലെ ഇവിടെ കിഡ്നി രോഗികൾക്ക് നമ്മൾ ഒരു 15 അത് 21 ദിവസം കൊണ്ട് ക്രിയാറ്റിൻ ലെവൽ കുറക്കുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. ക്രിയാറ്റിൻ ലെവൽ അത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആഴ്ചയിൽ 3 എണ്ണം എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു 14 ദിവസം കൊണ്ടായ അവരുടെ ഡോക്ടേഴ്സ് തന്നെ അവരുടെ ഡയാലിസിസ് നിർത്തും. നമ്മൾ ഉള്ളിലേക്ക് മരുന്നൊന്നും ഈ രോഗിക്ക് കൊടുക്കില്ല. അപ്പോഴല്ലേ ഭയം ഉണ്ടാവുള്ളൂ. ഡോക്ടേഴ്സ് കൊടുക്കുന്ന ഒരു മരുന്നുകളും നമ്മൾ സ്റ്റോപ്പ് ചെയ്യില്ല. അപ്പോൾ അവർക്ക് എന്താവും, രോഗികൾക്ക് വിഷമം ഉണ്ടാവും. ഞങ്ങൾ ആ ഡോക്ടറെ അടുത്ത് പോയ മരുന്നുകളൊക്കെ നിർത്തി. നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. നമ്മളൊരു ഫുഡ് കൺട്രോൾ, അതുപോലെ തന്നെ നമ്മൾ ഫുഡ് മരുന്നാക്കി കൊടുക്കുന്ന ഒരു ശിഷ്ടം. പിന്നെ അവരുടെ മേലെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മരുന്നുകളൊക്കെ. നമ്മൾ പഠിച്ച ചില മരുന്നുകളുണ്ട്, ചില മർമ്മപ്രയോഗം, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ കിഡ്നി രോഗികൾ ധാരാളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഡയാലിസിസ് ഒരിക്കലും ഒരു കിഡ്നി രോഗത്തിന് പരിഹാരമൊന്നുമല്ല. അതൊരു താൽക്കാലിക ആശ്രയം മാത്രമേ ഉള്ളൂ. അതിങ്ങനെ എണ്ണം കൂട്ടി വന്ന് അവസാനം നമുക്ക് ഡയാലിസിസ് പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത്തരം ആളുകൾക്ക് വല്ലാത്തൊരു ആശ്വാസമാണ് നമ്മുടെ ഈ ഹോസ്പിറ്റൽ കൊടുക്കുന്നത്. ഈ ആയുർ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ആയുർ ലൈഫാണ്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഹോസ്പിറ്റലിൽ ഈ കാണുന്ന പോലെ ഒന്നല്ല, അതിനുള്ളിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കോയിച്ചനെയുള്ള ഹസൻ സാഹിബാണ്. ഹസൻ സാഹിബ് കിഡ്നി പ്രോബ്ലമായിട്ട് ഇവിടെ വന്നതാണ്. ക്രിയാറ്റിൻ ഒരുപാട് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞ് ഏതാണ്ട് അത്യാവശ്യം 8ൻ്റെ താഴേക്കൊക്കെ വന്നിട്ടുണ്ടെന്നാണ് അല്ലേ? ഇപ്പോൾ വന്നു. അതിൽ നല്ല, നിങ്ങളിവിടെ വന്നതിന് ശേഷം നല്ല മാറ്റം തന്നെയാണ് അല്ലേ? മാറ്റം തന്നെ, നല്ല മാറ്റമാണ്. 3 ദിവസം കൊണ്ടാണ് 8ൻ്റെ പോയെന്ന് പറഞ്ഞത്. അതെ. അപ്പോൾ 3 ദിവസം കൊണ്ട് ഒരു ക്രിയാറ്റിൻ്റെ അളവിനെ കുറച്ച് കൊടുക്കാൻ കഴിയുന്ന ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ ആശ്വാസമാണ്. വെറുതെ പറയുന്നില്ല, ആളുകൾ അനുഭവങ്ങൾ എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ആരെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട, ധൈര്യത്തിൽ കോട്ടക്കൽ ആയുർ ലൈഫിലേക്ക് വരിക. ഇത് നമ്മൾ കോട്ടക്കൽ പറപ്പൂർ റോഡിലാണ്. ഇപ്പോൾ 20-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്താണ്. ഇദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് ചികിത്സാ രംഗത്തുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു ഇടം നോക്കി വന്നേ ഉള്ളൂ. അപ്പോൾ പരമാവധി ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. കിഡ്നി പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വലിയൊരു ആശ്വാസവും. ഈ എൻ്റെ വീഡിയോ പരമാവധി സപ്പോർട്ട് ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടെ. താങ്ക് യു.